ഗൈസ് വെൽക്കം ബാക്ക് പുതിയക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ കാർ കളക്ഷനാണ്. നമ്മൾ ഇപ്പോൾ കുറച്ച് കാറ് വന്നിട്ടുണ്ട് പുതിയ, പിന്നെ കുറച്ച് കാറ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കാറെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഫ്രീ കാറാണ് ഗൈസ്. ജസ്റ്റ് വെറുതെ ഒരു ഫണ്ണായിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. ഇതിലുള്ള ജസ്റ്റ് സാധനം വെച്ച് വെറുതെ ഒരു തട്ടിക്കൂട്ടി സെറ്റപ്പിൽ ഞാൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. അല്ല വേറൊരു വർക്ക് ചെയ്തിട്ടില്ല. അലോയ് ഒന്ന് ജസ്റ്റ് വെറൈറ്റി കളറൊന്നാക്കിയതാണ്. പിന്നെ അടുത്ത വണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ വെറുതെ എടുത്തിരുന്നു. നമ്മൾ ഇത് GTR ആണ്, പഴയ മോഡൽ GTR സ്കൈലൈൻ്റെ ഒരു പഴയ മോഡലാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ലാഡയാണ് ഗൈസ്. ജസ്റ്റ് വെറുതെ ഒരു ഫണ്ണായിട്ട് ചെയ്തത്. ഇത് നമുക്ക് ഫ്രീ ഇതിൽ കിട്ടിയാണ്, അതായത് ഫ്രീ ആക്സിൽ കിട്ടിയ വണ്ടിയാണ്. അതുകൊണ്ട് പിന്നെ ഞാനിത് കളഞ്ഞില്ല. അപ്പോൾ ഞാനിത് എടുത്തു. അപ്പോൾ എൻ്റെ പൈസയൊന്നും വേറെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതങ്ങ് എടുത്തു. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഗരുഡ. ഇത് നിങ്ങൾ കണ്ടു കാണുമല്ലോ, വണ്ടി കിട്ടിയ സാധനമല്ലേ, ഓഫ് റോഡിലൊക്കെ പക്കായിട്ടല്ലേ ഈ സാധനം. അങ്ങനെ ഞാൻ ഇതെടുത്ത് കളഞ്ഞില്ല, ഇത് പിന്നെ എടുത്തിട്ടിരുന്നു. ഇനി അടുത്ത് നമുക്ക് റാലി റേസിനൊക്കെ പറ്റിയ വണ്ടി, കിടില വണ്ടിയല്ല കണ്ട ഗൈസ്. ബാക്ക് കണ്ട സെറ്റല്ലേ. പക്ഷേ എൻ്റെ ഫ്രണ്ട് നമ്മൾ ഫുള്ള് ബോണറ്റൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞു കേട്ടോ. ഫ്രണ്ടില്ല, എഞ്ചിനൊക്കെ വെളിയിൽ കിടക്കണം. ഇനി അടുത്തത് നമ്മൾ ഷാജി പാപ്പനാണ്. ഷാജി പാപ്പൻ നമ്മുടെ ഗൈസ്, ഇതാണ് നമ്മൾ ഷാജി പാപ്പൻ. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം. ഷാജി പാപ്പൻ്റെ വർക്ക് ചെയ്തത് കിടിലാണോ അല്ലേ ഇത് പറയണം. കിടിലല്ലേ ഷാജി പാപ്പൻ്റെ. പക്ഷേ എനിക്ക് അലോയ് കിട്ടിയില്ല, അതുകൊണ്ടാണ് പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഇനി അടുത്ത നമ്മളെ ബെൻസിൻ്റെ ഒരു പഴയ മോഡലാണ്. ഇത് G ക്ലാസ് ആണോ? G ക്ലാസ് അല്ല ഗൈസ്, വേറെ ഏതോ ഒരു ബെൻസിൻ്റെ മോഡൽ. പക്ഷേ ഇത് കിടിലല്ലേ ഗൈസ്. റെഡ് കളറും അലോയും കൂടെ വന്നപ്പോൾ സെറ്റായില്ലേ. ഇനി അടുത്ത നമ്മളാ ഇത് ഏത് വണ്ടിയായിരുന്നു? ഇത് മിസ്തൂഷി ഗൈസ്, മിസ്തൂഷി ലാൻസർ. കിടിലല്ലേ ഗൈസ്. ഇതും ജസ്റ്റ് വെറുതെ ചെയ്തതാണ് ഗൈസ്. വെറുതെ കിടന്നപ്പം വർക്ക് ചെയ്യാൻ തോന്നി ചെയ്ത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ വണ്ടി. ഇനി അടുത്ത വണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതിൽ കിട്ടിയാണ്. പക്ഷേ ഈ വണ്ടി കാണുന്ന പോലെ അല്ല നിങ്ങൾ. എൻ്റെ സ്പീഡ് നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ സ്പീഡ് ഞാൻ കാണിച്ചു തരാം. കണ്ടാൽ വെറുതെ ഇട്ടേണ്ടെന്നേ തോന്നുള്ളൂ. ഞാൻ സ്പീഡ് കാണിച്ചു തരാം. നിങ്ങൾ സൈഡിലോട്ട് നോക്കിയോളേ. ഞാൻ സൈഡിലോട്ടൊക്കെ സ്പീഡ് എത്രയെന്ന് കണ്ട. സ്പീഡ് കണ്ട ഈ വണ്ടിയിലാ. അതാണ് ഈ വണ്ടി കണ്ടാൽ തോന്നൂലെന്നേ ഉള്ളൂ നമുക്ക്. അടുത്തതെന്ന് വെച്ചാൽ ഇതാണ്, അതായത് സുപ്ര. സുപ്ര വെടിക്കെട്ട് സുപ്രയാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ടെർബോ സെറ്റപ്പ് ചെയ്ത്, പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സൈഡിൽ വെറുതെ ഒരിതായിട്ട് ചെയ്തത് എൻ്റെ അനിയൻ ചെയ്തിന്, വേറെ ഒന്നും വർക്കൊന്നുമില്ല. ഇനി അടുത്ത ഇത് ഇവിടുത്തെ കോണ്ട സ്ഥലത്തുണ്ട്. ഇത് കോണ്ട സ്ഥലം, ഇത് മറ്റേ ഇതങ്ങനെയാണ്, കേടലാക്ക്, പണ്ടത്തെ ഒരു കമ്പനിയാണ്, അതങ്ങനെയാണ് ഗൈസ്. ഇത് കേടലാക്ക്. ഇനി അടുത്ത മാറിപ്പോയി ഗൈസ്. അടുത്ത ഇതാണ് നമ്മളെ BMW പഴയ മോഡൽ. ഇത് വെറുതെ ഇത് ഇത്ര $1 കണ്ട് ഇട്ടിരുന്ന ആരാ. അപ്പം ഞാൻ പെട്ടെന്ന് ഇനി അങ്ങ് എടുത്ത്. ഇനി വണ്ടിയിൽ വേറെ ഞാൻ ചെയ്തിട്ടില്ല, ചുമ്മാ അതിലുള്ള ഫ്രീ കിറ്റ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പിന്നെ മാറ്റിയിട്ട് ഫ്രണ്ടിൽ ഡ്രിഫ്റ്റ് മാസ്റ്റർ എന്നടിച്ച്, ഡ്രിഫ്റ്റ് മാസ്റ്റർ. പിന്നെ അലോയ് മാറ്റി. പിന്നെ ഇത് ഞാൻ വെറുതെ ചെയ്തതാണ്. ഇത് എൻ്റെ അനിയൻ ചെയ്തതാണ്, ഞാനല്ല ഗൈസ്, എൻ്റെ അനിയൻ ചെയ്തതാണ്. ഇത് വെറുതെ പക്ഷേ ഇത് വേലസെല്ലാം ഇടാൻ പറ്റണം, ഇതൊക്കെ ഇടണം കേട്ടോ ഗൈസ്. ഇതിൻ്റെ പൈസ അത്രയും, ഇത് കോയിൻ എത്ര തരും, ഇതിന് കോയിൻ ഒന്നും കൂടെ ഉണ്ടാകണം ഗൈസ്. ഇത് ഇത് നിസ്സാൻ്റെ ഒരു വണ്ടിയാണ് ഗൈസ്. ഇത് ഒരു യൂട്യൂബറുണ്ട് ഗൈസ്, പക്ഷേ ബോണറ്റ് അതിലുണ്ട്. ഒരു യൂട്യൂബറിൻ്റെ വണ്ടിയാണ്. ഇതല്ലേ കേരളത്തിലതല്ല, പുറത്തുള്ളത്, അതായത് ഈ ഓസ്ട്രേലിയ ആ സൈഡിലുള്ള യൂട്യൂബറിൻ്റെ വണ്ടിയാണ്. അത് കണ്ട് ഞാൻ ചെയ്തതാണ്. ഇതിൽ കുറച്ചും കൂടെ വർക്കുണ്ട്. ഇത്ര അല്ല, വേറെ 2-3 സാധനമൊക്കെ മാറും, പക്ഷേ അത് ഇതിലില്ല ഗൈസ്. അതാണ് പിന്നെ ഞാൻ മാറ്റാത്തത്. ഇനി അടുത്തത് കിയാണ് ഗൈസ്. കിയ നിങ്ങൾ ഈ വണ്ടി കണ്ട് കാണുമല്ലോ. കിയരാ ഈ സെറ്റല്ലേ, ഈ ലുക്ക് എങ്ങനെ ഉണ്ടല്ലേ, സെറ്റ് കൊണ്ടില്ലേ, ലുക്കിലൊക്കെ കിടില്ലല്ലേ ഈ വണ്ടി റൂഫ് ബോക്സൊക്കെ വന്നപ്പം സെറ്റായില്ലേ ഗൈസ്. റെഡ് കളറല്ലേ ഇതിന് കറക്റ്റ് ചെയ്യണം, വേറെ കളർ സജസ്റ്റ് ചെയ്യണം ആരെങ്കിലും ഉണ്ടെങ്കിൽ. അടുത്ത MBD വണ്ടി, ബൊലേറോ മോഡലാക്കി ബെൻസ്, മെർസഡീസിന് G ക്ലാസ്. പക്ഷേ കിടിലും കണ്ട് ഇത് MBD. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഇത് അത്യാവശ്യം ഇതായ വീഡിയോ. കിടിലം വണ്ടിയല്ലേ ഗൈസ്, പൊളിയല്ലേ. എങ്ങനെയാണ് ഈ വണ്ടി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ഇതാണ് ഡോഡ്ജിൻ്റെ ഒരു ചാർജറാണ്. ഇത് സെറ്റല്ലേ, ഇത് റെഡ് അല്ലേ, ഇതിന് നല്ല ചേരണത് വണ്ടിക്ക്, അത് പറയണം. SRT ഇതിൻ്റെ സൈഡിലൊരു സൈഡിലൊരു ഗ്രാഫിക്സ് വരുമല്ലോ, അതും കൂടെ ഒന്ന് അടിക്കണം. അതെന്ത് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, നീ അതും കൂടെ നോക്കണം ഗൈസ്. അടുത്ത ഇത് ഏത് വണ്ടിയാണ്? പോളോ ഗോൾഫാണ് ഗൈസ്, പക്ഷെ പോളോ എന്നേ വിളിക്കുള്ളൂ. സെറ്റല്ലേ ഗൈസ്. ഇത് നമ്മളൊരു യൂട്യൂബിലുണ്ടൊരു വീഡിയോ, ഞാൻ പോളോൻ്റെ വീഡിയോസ് ഒന്ന് അടിച്ചു നോക്കി. അതായത് പോളോ വീഡിയോസ് അടിച്ച് ഇപ്പോൾ വന്നൊരു വീഡിയോയിൽ കിടന്ന വണ്ടിയാണ്. പക്ഷേ കിടിലം വണ്ടിയാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കളർ. ജസ്റ്റ് നമുക്ക് ഈ ഇതും കൂടെ മാറ്റണം വണ്ടി. ഇത് ജസ്റ്റ് ഞാൻ വെറുതെ എടുത്തിട്ട് പൈസ കിട്ടി സെറ്റായപ്പം ഒരു BMW എടുക്കണമെന്ന് തോന്നി, പിന്നെ ഇതങ്ങ് എടുത്ത്. പിന്നെ ഇതിൻ്റെ പുതിയ മോഡൽ തന്നെ അടുത്തത് ഞാൻ അങ്ങ് എടുത്തത്. ഇതാണ്ട് ഇത് ഞാൻ ഇതിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ നല്ല പോപ്പുലറായി ഗൈസ്. അതിനെന്തായാലും നന്ദിയുണ്ട് കേട്ടോ. ഈ വീഡിയോയ്ക്ക് നല്ല
സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വണ്ടി സെറ്റല്ലേ ഗൈസ്? ഇത് പക്ക ഒരു ജങ്ക് സൈസാണ്. ഇതിൻ്റെ അലോയ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. ഇതിൻ്റെ അലോയ് ചേരണ ഇല്ലേ, ഫ്രണ്ടിൽ അതിനെ ആ ബ്ലാക്ക് എടുത്ത് കളയണോ വേണ്ടതെന്നൊക്കെ പറയണം. അടുത്ത നമ്മളെ ഈഗിളും ഗെയിമിങ്ങിന് വേണ്ടിയാണ്. ഇത് ഞാൻ ജസ്റ്റ് മാറ്റി, അലോയൊക്കെ ജസ്റ്റ് കളറൊന്ന് മാറ്റി. പിന്നെ പേരൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. അലോയുടെ കളർ മാറ്റി, നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ കളർ മാറ്റി. വേറൊന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല. അടുത്ത നമ്മളെ പോർഷേര പനവേര, പനവേര തന്നെ ഗൈസ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലോവർ ചെയ്ത് വെച്ച്, വണ്ടി വേറെ ചെയ്തില്ല. ഇതെന്തെങ്കിലും ചെയ്യണം ഗൈസ്, വെറുതെ പ്ലെയിനായിട്ട് ഇടക്കണം വണ്ടി. ഇത് അത്ര ഇത് ലുക്കില്ല ഗൈസ് ഇങ്ങനെ ഇടന്നപ്പം. ഡെഡ് പൂളിൻ്റെ അങ്ങനത്തെ ഒരു മോഡൽ വർക്ക് അങ്ങനെ ചെയ്യണം. അടുത്ത നമ്മളാ ഇത് റേഞ്ച് റോവർ. ഞാൻ ഇത് പുതിയ മോഡലിൽ അപ്ഡേറ്റ് വന്നില്ലേ റേഞ്ച് റോവർ, അതുപോലെ ഒന്ന് സൈഡിൽ സെറ്റ് ചെയ്തതാണ്. പക്ഷേ കൊള്ളാം, കുഴപ്പമില്ല. കുറച്ചുകൂടെ നീളം വേണം വണ്ടിക്കെങ്കിൽ, അതുപോലെയൊക്കെ ആയതിനെ. അടുത്ത നമ്മളാ ഇത് ഓറിയോ. ഓറിയോ ഇപ്പോഴും നമ്മൾ അങ്ങനെ എടുക്കാറില്ല ഗൈസ് ഓറിയോ. അപ്പോൾ ഈ ഓറിയോ ഞാൻ അങ്ങനെ സെല്ലൊന്നും ചെയ്യണില്ല. ഞാൻ സെല്ല് ചെയ്യാനുള്ള വണ്ടി ഇതിൽ ഞാൻ പറയാം. പക്ഷേ ഇത് ഞാൻ അത്ര ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അടുത്ത നമ്മളെ ഇതാണ് നമ്മളാ ഏത് വണ്ടിയാണ്, നമ്മളെ മസ്താങ്ക്. ഇത് ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്, ഞാൻ ഒരു ടി വിയിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. ഒരു റേസ് ഉണ്ടല്ലോ, മറ്റേ വലിയ ടയർക്ക് ബാക്കിലാക്കി. എൻ്റെ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതുപോലെ സെറ്റ് ചെയ്തതാണ്. അടുത്ത നമ്മളെ ഇത് നിങ്ങൾ കണ്ടു കാണും, ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഗോജോ നമ്മളെ മസ്താങ്ങിന്. ഇത് വെറുതെ പെട്ടെന്ന് ചെയ്തൊരു വർക്കാണ്. അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ബെൻസാണ് ഗീസ്. ഇത് ഞാൻ അങ്ങനെ എടുക്കാറില്ല, ഇത് സെല്ല് ചെയ്യണ്. ആരെങ്കിലും വേണമെങ്കിൽ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം വേണമെന്നുള്ളവർ. ഞാൻ സെല്ല് ചെയ്യണം. ഇത് വേണമെങ്കിൽ കുറച്ച് ഇത് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ഗാലക്സി, ടീം ഗാലക്സിയുടെ വണ്ടിയാണ് ഗൈസ്. അതങ്ങനെ ഞാൻ വർക്കും ചെയ്തിട്ടില്ല. ഫ്രണ്ടത്തിൽ ലൈറ്റ് സെറ്റ് ചെയ്ത്. പിന്നെ ഇത് നമ്മളെ ബസ്സാണ് ഗൈസ്. ഈ ബസ് ഞാൻ മിക്കവാറും ഗ്രാഫിക്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഗ്രാഫിക്സ് അടിക്കും. എനിക്ക് അത്ര ഇത് ഇപ്പം പിടിച്ചില്ല, എന്തോ. ഇനി അടുത്ത ഇതിൽ വേറെ വർക്കൊക്കെ ചെയ്യണം. ഇത് ഏത് വർക്ക് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത നമ്മളെ ഇത് ഏതാണ്, നമ്മളെ സ്വന്തം കാരവാനാണ് ഗൈസ്. കാരവാൻ റെഡായിരുന്നു, ഞാൻ പിന്നെ വൈറ്റ് ആക്കി. പക്ഷേ ഈ കളർ അത്ര ചേരണില്ല. ഇനി ഒരു കളറായിട്ടുള്ളത് ചേരുള്ളൂ ഗൈസ്. ഒരു കളർ അത്ര ഇതില്ല. ഇത് ഞാൻ ഒരു ട്രിപ്പ് എൻ്റെ ഉണ്ടായിരുന്നു, ഞാൻ അടുത്ത് കളഞ്ഞു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഗൈസ്. ഒരു നീല കളറ് തന്നതാണ്. ഇതിന് ഒരു ഗ്രാഫിക്സ് അടിക്കണമെന്നുണ്ട്, പക്ഷെ ഗ്രാഫിക്സ് ഒന്നും കിട്ടണില്ല ഗൈസ്. ഏതടിക്കുന്ന കൺഫ്യൂഷനാണ് മൊത്തം. കണ്ട ഈ വണ്ടിയിൽ ഏതടിക്കും, ഇത് ചേരണത് തന്നെ അടിക്കണം. പക്ഷേ ഇത് കിടുവല്ലേ ഗൈസ്, നമ്മളെ ബെൻസ് അല്ലല്ല BMW. നല്ല കിടിലം വണ്ടിയാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ് ഗൈസ് BMW. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇത് കുറേ കോയിൻ കൂട്ടി വെച്ച് തന്നെ ഈ വണ്ടി അങ്ങ് സെറ്റാക്കി ഇറക്കി. ഒരു വെറൈറ്റി കളർ പിടിക്കണം എന്ന് തോന്നി, ആ വെറൈറ്റി കളർ അടിച്ചു. പക്ഷേ ആ സൈഡിൽ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ, അതല്ല ഇത് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറാണ്. ഇനി അടുത്ത നമ്മൾ സൂപ്പറേര MK5 കണ്ട. ഇത് ജസ്റ്റ് വെറുതെ ഞാൻ ചെയ്തതാണ്. ഇത് എനിക്ക് ആരെ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ ഗൈസ്. ഇത് ഏതോ ഒരു ബ്രോ തന്നെയാണ് ഗൈസ്. ഇത് നമ്മളെ M5 ജസ്റ്റ് ഒന്ന് കളർ മാറ്റി നോക്കിയാണ് ഞാൻ, പിന്നെ മാറ്റാൻ പറഞ്ഞത് പഴയതുപോലെ. ഈ കളർ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണേ. M5 ഇത് ചേരണ ഇല്ലേ, അതേ മറ്റേത് തന്നെ വേണോ എന്ന് പറയണം. അടുത്തത് നമ്മളെ ഡോഡ്ജാണ്. നമ്മളെ കേരളത്തിൽ ഡോഡ്ജ് എന്നല്ല, സൈഡിലൊരു ആ പടം അടിക്കാൻ പറ്റണില്ല, അതാണ് പിന്നെ ഞാൻ അടിക്കുന്നത്. ഇത് അടിച്ചിട്ട് വേണം. അപ്പോൾ നമ്മൾ അതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇതെങ്ങനെ, ഇത് അത്യാവശ്യം പൊളിയല്ലേ. ഇനി അടുത്ത എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ ഡിഫൻഡർ നല്ല സെറ്റാക്കിയിട്ടേക്കാണ്. വണ്ടി ഫുള്ള് നല്ല ഹൈറ്റ് കൂട്ടിയിട്ടേക്കാണ്. അന്ന് ഓഫ് റോഡ് നിർത്തപ്പോൾ ഫുള്ള് ഹൈറ്റ് കൂട്ടി ഗൈസ്. അപ്പോൾ ഞാൻ ലോവർ ചെയ്തില്ല, വണ്ടി കുറച്ചും കൂടെ. അടുത്ത നിങ്ങൾ കണ്ടു കാണും ഇന്നലത്തെ വീഡിയോയിൽ. ഇത് ഫ്രണ്ട് ബോണറ്റിൻ്റെ കുറച്ചും കൂടെ ചെയ്യാറുണ്ട് ഗൈസ്, അതും കൂടെ ചെയ്യണം. നമ്മളെ ഏതാണ്, നമ്മളെ ഫ്ലൈ സ്കൂളിൻ്റെ ഒരു വണ്ടിയുണ്ട്, നമ്മളെ മോൺസ്റ്റർ പജേറോയാണ് ഗൈസ്. ഇതെങ്ങനെയാണ് ഒരു ബ്രോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ പറഞ്ഞു. ബ്രോ അത് ഇടാൻ ഭയങ്കര പണം ഗൈസ്. ഇത് ഇപ്പോഴും തീരൂല വർക്ക്. 1-2 മണിക്കൂർ എടുത്താണ് ഞാൻ ഇത് ചെയ്തത്. ഇത് ഞാൻ സെല്ലും ചെയ്യണ്ടേ, ഇത് ഇവിടെ കിടക്കട്ടെ. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം ഗൈസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഏതാണ്, നമ്മളെ ഹൈലക്സ് ടൊയോട്ടയുടെ ജസ്റ്റ് വണ്ടി, വേറൊരു വർക്കം ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മളെ കീടുള്ള സാധനമാണ് ഗൈസ്. എവിടെ വേണമെങ്കിലും ഈ വണ്ടി കയറാത്ത സ്ഥലമില്ല. ഫുള്ള് വണ്ടി ഓടിച്ച് ഇതാക്കി സെറ്റാക്കി ഇട്ടേങ്ങനെയാണ്. വണ്ടി കിടില വണ്ടിയാണ്. അത്യാവശ്യം ലുക്ക് കുറവാണ് ഫ്രണ്ടിൽ, പക്ഷേ വണ്ടി പക്ക സീനാണ്. അടുത്തത് ഇതാണ് ഏതാണ്, ഹോണ്ടയാണ് ഗൈസ്. ഹോണ്ട. പക്ഷേ ഇത് ഞാൻ ഫെറാറി എന്ന് പറഞ്ഞാൽ ഇട്ടാണ്, പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല. അടുത്ത സ്വന്തം ബെൻസ് ഗൈസ്. ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നത്, സെക്കൻഡ് വീഡിയോയിൽ വന്ന വണ്ടിയാണ് ഗൈസ്. ഇതിന് നല്ല സപ്പോർട്ടുണ്ട്, അത് സെറ്റ് വണ്ടിയല്ലേ. പിന്നെ ഇത് നമ്മളൊരു വർക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ നമ്മൾ ജസ്റ്റ് വേറെ ചെറിയൊരു വർക്ക് ചെയ്യാൻ പോകണം. ഇത് അത്രയും മാറ്റാൻ പോകുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് എനിക്ക്, ജസ്റ്റ് വെറുതെ എടുത്ത് തന്നവൻ. ആസ്ട്രോമാറ്റിൻ ഇതിൽ പിന്നെ ഒന്നും ചെയ്യാറില്ലല്ലോ. ഇത് ചെയ്താൽ ചിലപ്പോൾ കോളാവും ഗൈസ് വണ്ടി. അതാണ് പിന്നെ ഞാൻ ഈ വണ്ടിയിൽ ഞാൻ അങ്ങനെ വർക്കൊന്നും ചെയ്യാതെ അങ്ങ് ഇട്ടേക്കണത് ഗൈസ്. കണ്ടോ,
ഫ്രണ്ട് ജസ്റ്റ് വെറുതെ ഇതടിച്ചിട്ടുണ്ട്, ഫ്രണ്ട് ഗ്ലാസ്സിൽ ടെർബോ അടിച്ചിട്ടുണ്ട്. ഈ അടുത്ത നമ്മളെ ജീപ്പ്. ഇതിൽ ഞാൻ ഈഗിൾ ഗെയിമിങ്ങിൻ്റെ സെൽറ്റോസിൻ്റെ ഗ്രാഫിക്സ് അടിക്കാതിരിക്കുകയാണ് ഗൈസ്. ഉടനെ ഞാൻ അടിക്കും, പക്ഷേ അത് ഭയങ്കര ടാസ്ക്കാണ്. അതുകൊണ്ട് പിന്നെ കുറച്ച് താമസിക്കണം, ലാഗാവണത്. ഉടനെ തുടങ്ങും ഗൈസ്. ഞാൻ അടുത്ത നമ്മളെ വെറുതെ ഇത് ചെയ്തിട്ട് നമ്മളെ മെക്ലാരൻ, ഞാൻ അടുത്ത ബുഗാട്ടി. ഇതൊക്കെ എൻ്റെ അനിയൻ ചുമ്മാ കാട്ടിക്കൂട്ടിയതാണ്. ഇതൊന്നും ഒന്നുമില്ല ഗൈസ്, ഇതൊന്നും കാണിക്കാതൊന്നുമില്ല. ഇതിന് കഴിഞ്ഞില്ല ഗൈസ്. ഇതിൽ ലൈറ്റ് കളറാക്കണം. പിന്നെ ഇത് ഞാൻ ഗിവ് അവയ്ക്ക് എടുത്തതാണ്, പക്ഷേ എൻ്റെ ഫോൺ അപ്പോഴത്തേക്ക് ഹാങ് ആയി ഗൈസ് ലൈവിൽ. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയത്. ഇത് ഉടനെ ഇതിൻ്റെ ഒന്നും കൂടെ ഞാൻ ഇടും ഗൈസ്. ഇതിൻ്റെ റൂഫ് മാറ്റാനുണ്ട്, പക്ഷേ അത് നമ്മുടെ പ്രീമിയം ഇത് എടുക്കണം ഗൈസ്, എങ്കിലേ പറ്റുള്ളൂ റൂഫ് മാറ്റാം. പക്ഷേ അത് കിടിലാണ് ഗൈസ് അങ്ങനെ മാറ്റിയേ. പിന്നെ ഇത് നമ്മൾ കോൺസെകിൻ്റെ ജെസ്കോ, ഇതിനെപ്പറ്റി പിന്നെ പറയാനേ ഇല്ല ഗൈസ്. അപാര സാധനമാണ്. വണ്ടി ഓരോ പിടപ്പാണ് ഗൈസ്. വണ്ടി എടുത്താൽ പറക്കും. എൻ്റെ അലോയൊക്കെ ജസ്റ്റ് വെറുതെ ഒന്ന് മാറ്റിയിട്ടപ്പോൾ വണ്ടി ഇത്തിരി സെറ്റായി. കളറും അത്യാവശ്യം പൊളിയാണ് വണ്ടിയുടെ. വണ്ടി ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല ഗൈസ്. ഓട്ടിക്കാൻ കിടിലാണ്. ഇനി അടുത്ത നമ്മളെ പഗാനിയാണ് ഗൈസ്. ഇതാണ് നമ്മളെ ലാസ്റ്റ് വണ്ടി. നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ കണ്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാർ ഇത്രയേ ഉള്ളൂ നമ്മളെ കാർ കളക്ഷൻ. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ കാണുന്നവരേക്കും ബായ്. ബൈ പറഞ്ഞ മുമ്പ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. ബായ്.